വർക്കല സ്വദേശിയായ ഷഹർ വിവാഹമോചനം പോലും ചെയ്യാതെ മറ്റൊരു വിവാഹബന്ധം തേടിപ്പോയപ്പോൾ അനാഥരായത് ഭാര്യ റസിയയും ഈ മകനുമാണ്. ചിലവിന് പോലും വഴിയില്ലാതെ മകന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന റസിയ ഭർത്താവിന്റെ തിരിച്ചുവരവും കാത്തിരിക്കുകയാണ്. ഇതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് റസിയോട് തന്നെ ചോദിച്ചറിയാം. ഈ മകനുണ്ട് ഇപ്പൊ ഈ മകന് ആദ്യത്തെ ബന്ധത്തിൽ കല്യാണം കഴിച്ചെടുത്ത കല്യാണം കഴിഞ്ഞിട്ട് 11 വർഷമായി. 2 വർഷം കഴിഞ്ഞപ്പോ ഷഹർ പോയി. ഷഹർ 9 മാസം കഴിഞ്ഞപ്പം തന്നെ പോയി. 10-25 പവന് സ്വർണ്ണം ഉണ്ടായിരുന്നു. അതൊക്കെ പോയി. അതെല്ലാം നേരം 9 മാസം കൊണ്ട് തന്നെ അതെല്ലാം തീർത്തിട്ടുണ്ടായിരുന്നു. ഇല്ല, മദ്യപാനം ഇല്ല. അപ്പൊ 10 വർഷം നാട്ടിൽ 5 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ നാട്ടിലേക്ക് വരുന്നത്. അപ്പൊ ഇവന് 5 വയസ്സ്. എൻ്റെ അടുത്ത് വന്നു. എൻ്റെ അടുത്ത് വന്നപ്പോ പറഞ്ഞ് പിന്നെ എൻ്റെ കഷ്ടപ്പാട് അന്നേരം എനിക്ക് ആദ്യത്തെ ബന്ധത്തിൽ ഒരു മോളുണ്ടായിരുന്നു. അവള് ഇവനെയും കൊണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു, ഞാൻ ഇതൊന്നും അറിയില്ല, നീ കഷ്ടപ്പെട്ടതൊന്നും. അവിടെ പാകിസ്ഥാനികള് ഒരു ഗുളിക കൊണ്ടുവരുമ്പോൾ 6000 റുപ്യ വിലയില്ല, അത് കുടിച്ചിട്ടാണ് ഞാനെല്ലാം മറന്നിട്ട് ജീവിക്കുന്നത്. അപ്പം വീട്ടുകാരറിയാതെ എന്നെ കല്യാണം കഴിച്ചത്. പിന്നെ അതപ്പോൾ വീട്ടുകാരൊന്നും അറിയാത്തതിൻ്റെ ആ ടെൻഷൻ കൊണ്ട് ഈ മരുന്ന് കഴിച്ചിട്ടാണ് ജീവിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, ആ 6000 റുപ്യ ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാനും കുഞ്ഞും ജീവിക്കില്ലെന്ന് പറഞ്ഞപ്പം പറഞ്ഞ് അതെനിക്ക് ഓർത്തില്ല, ഞാൻ അന്നേരം എൻ്റെ ടെൻഷൻ മാത്രമേ ഓർത്തുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ പോയതിന് ശേഷം നന്നായിട്ട് എന്നെയും കുഞ്ഞിനെയും നോക്കിയിട്ടുണ്ടായിരുന്നു, ചെലവിനൊക്കെ തന്നു. ഇതിൻ്റെ 2015 മെയ്യിൽ ഉമ്മാക്ക് ഹാർട്ടിൻ്റെ ബൈപ്പാസ് ഓപ്പറേഷന് വേണ്ടിയിട്ട് നാട്ടിൽ വന്നതാണ്. വന്നിട്ട് അപ്പോൾ ഉമ്മ ഇവിടെ കല്യാണം, അപ്പോൾ ഇവനെ കാണണമെന്ന് പറഞ്ഞ് ഉമ്മാനെ പോയി ഞാനും ഇവനൊക്കെ കണ്ടതിന് ശേഷം ഉമ്മാക്ക് മോനെ കൊണ്ട് വേറെ കെട്ടിക്കണമെന്ന്. അതപ്പോൾ എന്നോട് പറഞ്ഞ് എൻ്റെ സമ്മതപത്രം വേണം എൻ്റെ പള്ളിക്ക് കല്യാണം കഴിക്കാൻ. അവന് സമ്മതപത്രം തരാം, എനിക്കും കുഞ്ഞിനും ചെലവിന് തരൂ എന്നുള്ളൊരു പത്രം എനിക്ക് എഴുതി തന്നാൽ ഞാൻ സമ്മതിച്ചു തരാമെന്ന് പറഞ്ഞു. അത് തരൂല. അങ്ങനെ പിന്നെ ഫോണ് വിളിയുമില്ല, ഒന്നുമില്ലാതെയായി. ഇവിടുന്ന് മെയ് 2015 നാട്ടിലേക്ക് പോയി, ഗൾഫിലേക്ക് പോയി. പിന്നെ മാർച്ചിൽ വന്നിട്ട് രജിസ്റ്റർ കഴിച്ചു ഏതോ കുടുംബത്തിലുള്ള ഒരു പെണ്ണിനെ. കഴിഞ്ഞ കൊല്ലം മാർച്ചിൽ വന്നിട്ട് കല്യാണം കഴിച്ച്, എന്നിട്ട് ഈ മാർച്ചിൽ കഴിച്ചിട്ട് ഈ ജൂലൈയിൽ കല്യാണവും കഴിച്ചിട്ട് പോയി. ഓളയും കൊണ്ട് പോയി ഗൾഫിലേക്ക്. 9 മാസമായി, നമുക്കൊന്നും ചെലവിനും ഇല്ല, ഒന്നിനും ഇല്ല. വാടക വീടാന്ന്, അത് ഇറങ്ങിക്കൊടുക്കണ്ട വന്നു. ഇപ്പോൾ ഒരു അനാഥാലയം പോലത്തെ ഒരു സ്ഥലത്ത് താമസിക്കാം. പിന്നെ ഗവൺമെൻറ് സ്കൂളിലേക്ക് മാറ്റി. ഇയാളെ കല്യാണം കഴിക്കുന്നത് അയാളുടെ കുടുംബം അറിയാണ്ടാന്ന്. 5 വർഷം കഴിഞ്ഞപ്പോ ഇവൻ ജനിച്ചപ്പോ സംഭവിച്ചു. അത് അവിടുത്തെ പള്ളിയിലെ കടലാസൊക്കെ കൊണ്ടു തന്നു എനിക്ക്. അല്ല, നിങ്ങൾ ഈ വീട്ടുകാരറിയാതെ എങ്ങനെ നിങ്ങൾ സമ്മതിച്ചു? നിങ്ങളൊരു വിവാഹം കഴിച്ച് ഒരു മകളുള്ള ആളാണ്. ആ മകളുള്ള ആള് വേറെ വിവാഹം കഴിക്കുമ്പോ ആ ഭർത്താവിന് എന്ത് സംഭവിച്ചു? ആ ഭർത്താവ് മരിച്ചുപോയത്. അതിലൊരു മകളുണ്ടായി. അപ്പൊ ഈ വന്ന ഷഹർ എന്ന് പറയുന്ന ആളുടെ കുടുംബമായിട്ട് നിങ്ങൾ ആലോചിച്ചിട്ടില്ല? ഇല്ല, കുടുംബമായിട്ട് ആലോചിച്ചിട്ടില്ല. നമ്മള് ഫോണിലൂടെ പരിചയപ്പെട്ടിട്ടാണ് ഇതായത്. അപ്പം പള്ളിക്കാരെ എല്ലാം കൊണ്ടു തന്നു, സമ്മതപത്രവും സ്റ്റാമ്പ് പേപ്പറും എല്ലാം എൻ്റെ പള്ളിക്ക് ഏൽപ്പിച്ച്. എന്താവട്ടെ, നിങ്ങളിപ്പോൾ കഴിഞ്ഞുപോയ കാലഘട്ടത്തിനെ കുറിച്ചിട്ട് നിങ്ങൾ ഇയാളെ കുറിച്ചൊന്ന് അന്വേഷിക്കേണ്ടതും കുടുംബമൊക്കെ ആയിട്ട് അതിന് ശേഷം നിങ്ങൾ ആ കുടുംബമൊക്കെ ആയിട്ട് അടുത്തു. അതിനുശേഷം മക്കളെല്ലാം കൊണ്ടുപോക്കും, ഇതെല്ലാം ഉണ്ട്. പിന്നെ ഉമ്മാക്ക് വേറെ കല്യാണം കഴിപ്പിക്കണമെന്ന് മോനെ കൊണ്ട്. അത് കഴിച്ചോട്ടെ എന്ന് പറഞ്ഞു. ആവശ്യം എന്താ? ഇയാളായിട്ട് ആവശ്യമാണ് എനിക്ക്, എന്റെ കുഞ്ഞിന് ജീവിക്കാനുള്ള ചെലവിന്റെ പൈസ വേണോ, സ്വർണം തിരിച്ചു തരണം. നിങ്ങൾ അബുദാബിയിൽ പുതിയ ഭാര്യ സമേതം കഴിയായിരിക്കും. ഒരു വർഷമാണ് നിങ്ങൾ പുതിയ വിവാഹം കഴിച്ചിട്ട് ഒരു സന്തുഷ്ട കുടുംബമായിട്ട് കഴിയായിരിക്കും എൻ്റെ ഈ പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തുമ്പോൾ. നിങ്ങളുടെ ആദ്യ ഭാര്യയും
മകനും എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. അനാഥാലയത്തിൻ്റെ ഓരങ്ങളിലൂടെ കടന്നു പോകുന്ന ജീവിതവുമായിട്ടാണ് അവരെൻ്റെ മുന്നിലിരിക്കുന്നത്. ഒരു പ്രത്യേക ഘട്ടത്തിലാണ് അവരെ നിങ്ങൾ വിവാഹം കഴിക്കുന്നത്. ദീർഘകാലം ഒരു തരത്തിലുള്ള സഹായങ്ങളും നിങ്ങൾ അവർക്ക് നൽകിയിട്ടില്ല. പിന്നീട് നിങ്ങൾ പശ്ചാത്തപിച്ച് നാട്ടിൽ വന്ന നിങ്ങൾ പിന്നീട് കൃത്യമായിട്ട് അവരെ സഹായിച്ചു എന്ന് അവർ സാക്ഷ്യപ്പെടുത്തും. പിന്നീട് വന്ന നിങ്ങൾ കുടുംബക്കാരുടെ നിർബന്ധത്തിനോ അതോ നിങ്ങളുടെ ആവശ്യത്തിനോ വേണ്ടി മറ്റൊരു വിവാഹത്തിന് ഇവരുടെ സമ്മതപത്രം ചോദിക്കുകയാണ് ചെയ്തത്. അവരപ്പോഴും എതിർപ്പ് പറഞ്ഞില്ല. നിങ്ങൾക്ക് വിവാഹം കഴിക്കാം, എൻ്റെ കുട്ടിയെ ജീവിതത്തിന് എന്തെങ്കിലും തരണം എന്നൊരു ഭിക്ഷാടനം മാത്രമാണ് നടത്തിയത്. ആ ഭിക്ഷാടനം നിങ്ങൾ പൂർണ്ണമായി തിരസ്കരിക്കുകയും നിങ്ങൾ അവരെ അതിനുശേഷം പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിങ്ങൾ വീണ്ടും വിവാഹിതനാവുകയും ആ പുതിയ വധുവുമായിട്ട് മധുവിധു ആഘോഷിക്കാനായിട്ട് അബുദാബിയിലെ നഗരത്തിലേക്ക് പോവുകയും ചെയ്തു. അവർക്ക് പരാതിയില്ല. പക്ഷെ തെരുവിലേക്ക് എറിയപ്പെട്ട തൻ്റെയും മകൻ്റെയും ജീവിതത്തിന് ചെറിയ പൈസ അയച്ചു തരണമെന്ന് മാത്രമാണ് അവർ അഭ്യർത്ഥിക്കുന്നത്. ഈ ന്യായമായ ഒരു അഭ്യർത്ഥന സത്യസന്ധമായിട്ടും നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. അവർ മറ്റൊന്നും പറയുന്നില്ല. നിങ്ങൾ പുതിയ ഭാര്യയായിട്ട് കഴിഞ്ഞുകൊള്ളുക, നിങ്ങൾ സുഖമായിട്ട് കഴിഞ്ഞുകൊള്ളുക, പക്ഷേ തെരുവിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് എന്തെങ്കിലും തരണേ എന്ന് താണുകേണ അപേക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് ഷഹർ ചെയ്യണം എന്നുള്ളതാണ്. അതൊരു ന്യായമായ ഒരു സ്ത്രീയുടെയും പുത്രൻ്റെയും അഭ്യർത്ഥനയാണ്. അമിതമായിട്ട് അവരൊന്നും ആഗ്രഹിക്കുന്നില്ല. അവരുടെ കുട്ടിയുടെ വിദ്യാഭ്യാസം, അവരുടെ ഭക്ഷണം, എവിടെയെങ്കിലും കയറിക്കിടക്കാനുള്ള ഒരു ചെറിയ വാടക, ഇത് മാത്രമാണ് അവർ ചോദിക്കുന്നത്. അത് നിങ്ങൾ മാസം അയച്ചു കൊടുക്കണം ഷഹർ. അത് നിങ്ങളുടെ കടമയാണ്. നിങ്ങൾ തെരുവിലേക്ക് എറിയപ്പെട്ട 2 ജീവിതങ്ങളാണ് ഇവർ എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളിപ്പോൾ വളരെ മാന്യനായിരിക്കും, വലിയ ഭാര്യയുമായിട്ട് സിനിമയ്ക്കും മറ്റുമൊക്കെ പോയി വളരെ സന്തോഷവാനായിട്ട് ജീവിക്കുന്ന സന്ദർഭത്തിലായിരിക്കും ഈ പ്രോഗ്രാം വരുന്നത്. അതിലൊന്നും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. അവരതിനൊന്നും എതിരുമല്ല. നിങ്ങൾ അങ്ങനെ ജീവിച്ചുകൊള്ളുക. അവർ ചോദിക്കുന്നത് തുച്ഛമായ ഈ ഒരു ആവശ്യമാണ്. മനുഷ്യജീവിതത്തിൻ്റെ പരമായിട്ടുള്ള ചെറിയ ആവശ്യങ്ങളുണ്ട്. കുട്ടിയുടെ വിദ്യാഭ്യാസം, ഭക്ഷണം, കിടപ്പാടം. സ്വന്തമായ കിടപ്പാടമല്ല, വാടകയ്ക്കെടുക്കുന്ന കിടപ്പാടമാണ് അവർ ചോദിക്കുന്നത്. ഷഹർ, നിങ്ങൾ ഈ മനുഷ്യത്വപരമായിട്ടുള്ള ഇവരുടെ അഭ്യർത്ഥന മാനിക്കണം എന്നുള്ളതാണ്. ഷഹറിൻ്റെ സുഹൃത്തുക്കൾ, ഇത് കാണുന്ന ആളുകൾ ഷഹറിനെ പറഞ്ഞ് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇതിന് ഷഹറും തയ്യാറാകണം എന്നുള്ളതാണ്. പ്രവാസലോകം പ്രവർത്തകർ ഷഹറിനെ കാണണം. ഇത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് അയാളെ കൊണ്ടുവരണം. ഈ കുടുംബത്തെ അനാഥമാക്കാതിരിക്കാൻ, തെരുവിൽ ഭിക്ഷയാചിക്കാതിരിക്കാൻ, ഈ കുടുംബത്തിലെ ഈ ചെറുപ്പക്കാരനായ ഈ മകൻ്റെ വിദ്യാഭ്യാസവും ഭക്ഷണവും കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് ആ കുടുംബത്തെ മാറ്റാൻ പ്രവാസലോകം പ്രവർത്തകർ ഷഹറിൽ സ്വാധീനം ചെലുത്തണം. അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ അഭ്യർത്ഥന മാനിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ അമ്മയെയും മകനെയും ഞാൻ തിരിച്ചയക്കും. ബിന്ദുമോളെ പോലെ 100 കണക്കിന് വീട്ടുജോലിക്കാരാണ് സൗദിയിൽ മോചനത്തിനായി കാത്തിരിക്കുന്നത്. ഇതിന് ഉത്തരവാദികളായ ഏജന്റുമാർക്ക് കർശനമായ ശിക്ഷ ലഭിച്ചാൽ മാത്രമേ ഈ സ്ത്രീകൾക്ക് മോചനമുണ്ടാവുള്ളൂ എന്ന മുന്നറിയിപ്പോടെ ഈ ആഴ്ചയിലെ UA എക്സ്ചേഞ്ച് പ്രവാസ ലോകം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം.